യുടെ പ്രവർത്തനങ്ങളെയും ദേവദാസന്മാരെയും അധ്വാനിക്കുന്ന ദേവദാസന്മാരെ, പ്രാർത്ഥനാ സഹകാരികളെ, ഗ്രൂപ്പുകളിലെ എല്ലാ ദേവദാസന്മാർ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകരെ കണ്ടിട്ടില്ല എങ്കിലും സ്തോത്രം, അവരോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ സ്തോത്രം നമുക്ക് സാവകാശമുണ്ടല്ലോ. കർത്താവരെ ആയിരുന്ന സ്ഥാനത്ത്, ആയിരുന്ന ദേശത്ത് അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വചനം നമ്മുടെ മധ്യേ ദൈവാത്മാവ് കർത്തദാസൻ നൽകിയ അതേ ആലോചന അത് വ്യക്തമായി സ്പഷ്ടമായി നമ്മുടെ ഇടയിൽ പങ്കുവെക്കുന്നതിന് വേണ്ടി കർത്തദാസനെ ബിനുമോൻ പാസ്റ്ററെ സ്വതം അതോടെ ക്ഷണിക്കുന്നു. നമുക്ക് കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ ഇതിൽ ജോയിൻ ചെയ്യാത്ത നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഒരുപോലെ നമുക്ക് കേൾക്കുന്ന നമ്മൾക്കും അത് കേൾക്കാത്ത അവർക്കും ഒരുപോലെ അനുഗ്രഹവും വിടുതലും സന്തോഷവും ഐശ്വര്യമായി ദൈവത്തിന് പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവരുടെ വേലയിൽ അത് വെളിപ്പെട്ടു വരുവാൻ കാരണമായി തീരട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ദേവദാസനെ വചന സൂക്ഷിക്ക് വേണ്ടി ക്ഷണിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ചെയ്യുന്നു. ഇന്നത്തെ പകലത്തെ ആരാധനയ്ക്ക് ശേഷമായി നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയ രാജംബാസ് ആന്റി, അതുപോലെ പ്രിയ ദേവദാസി മെഫി, അതുപോലെ ജോണച്ചാൻ, എല്ലാവർക്കും കർത്താവായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ ഇത്രത്തോളം കർത്താവ് നടത്തി പരിപാലിച്ചു. ആപത്തുകൾ, നനർച്ചകൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നമ്മുടെ തലയ്ക്ക് മീതെ കടന്നു വന്നുവെങ്കിലും ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി നമ്മെ ശക്തീകരിച്ചു, ബലപ്പെടുത്തി. ദൈവം തരുന്ന ആയുസ്സുകൾ, ദൈവം തരുന്ന ഓരോ ദിവസവും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ നന്മകളും അനുഭവങ്ങളും സന്തോഷങ്ങളും എല്ലാം ദൈവം തരുന്നതാണ്. വയനാട്ടിൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമുക്കറിയാം, രാത്രിയിൽ അവർ ഭക്ഷണം കഴിച്ച് കിടന്നവരാണ്. ഇന്നയുള്ള പ്രഭാതം അവരുടെ രാജ്യത്തിൽ അവർ സമ്പാദിച്ചതും നേടിയതും ഉണ്ടാക്കിയതും ഒക്കെ നഷ്ടപ്പെടുവാനിടയായി തീരുവാനിടയായിട്ടും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ നടത്തുന്നത്. നമ്മുടെ ജീവനെ, നമുക്കുള്ളതൊക്കെ കരുതി നമ്മെ ഓരോ ദിവസവും നടത്തുന്നു. പ്രഭാതം കൂടി കണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് ഭാഗ്യങ്ങളെ, പദവികളൊക്കെ ഒരുക്കുന്നു. ദൈവം ചെയ്യുന്ന ഓരോ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ, നന്മകളൊന്നും മറക്കരുതെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്. ദൈവം ചെയ്യുന്ന ഓരോ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് എത്ര വർണ്ണിച്ചാലും എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇങ്ങനെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ സമയം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു, സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് വായിക്കുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. ആകിയാൽ ദൈവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. ഈ വാക്യം ഞാനൊരു കുറിവാക്യമായിട്ട് വായിച്ചതേ ഉള്ളൂ. നെഹമ്യാവിന്റെ പുസ്തകം നമുക്കെല്ലാവർക്കും അറിയാം. വളരെ സുപരിചിതമായ, വളരെ നന്നായി പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ പഴയ ഭക്തന്മാരുടെ ജീവിത ചരിത്രങ്ങളും ആരോ അനുഭവിച്ച വേദനകളും നിരാശകളും, ഒപ്പം അവർ ദൈവനാമത്തിന് വേണ്ടി നിന്നതും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടതും ഒക്കെ നമ്മൾ പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിച്ചവരാണ്. നെഹമ്യാവ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നന്നായി അറിയുന്നവരാണ്. എന്നാൽ ഞാൻ എൻ്റെ വേദചിന്തയിൽ, എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം പ്രകാശിപ്പിച്ച 1-2 ചിന്തകൾ നെഹമ്യാവിനെ കുറിച്ച് പറയുവാനാണ് ഈ സന്ധ്യയിൽ ആഗ്രഹിക്കുന്നത്.
നമുക്കറിയാം, പഴയ നിയമ കഥാപാത്രങ്ങളൊക്കെ നാം പഠിക്കുകയും അവരെക്കുറിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറന്നു കളയുവാൻ കഴിയാത്തൊരു കഥാപാത്രമാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. നെഹമ്യാവിന്റെ ജീവിതം, നെഹമ്യാവിന്റെ സ്വഭാവ വിശേഷതകൾ, സ്വഭാവ ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ ഈ വേദപുസ്തകത്തിലൂടെ നമുക്ക് കഴിയും. പഴയ നിയമ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ ചരിത്ര പുസ്തകമാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. കാരണം നെഹമ്യാവിന്റെ കാലഘട്ടമൊക്കെ നമുക്ക് നന്നായി അറിയാം. നെഹമ്യാവ് തന്റെ ജീവിതത്തിൽ ദൈവനാമത്തിന് വേണ്ടി നിന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ കഴിയുവാനിടയായി. നമുക്കറിയാം, അർത്ഥശിഷ്ട രാജാവിന്റെ പാനപാത്ര വാഹകനായിരുന്നു നെഹമ്യാവ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ജെറുസലേമിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രവാസ ജീവിതത്തെ കുറിച്ച് ഇരമ്യ പ്രവാചകനും സെരുബ്ബാബേലിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ 70 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ച് യഹൂദ മക്കൾ ഇസ്രായേലിലേക്ക് തിരികെ വരുമ്പോൾ അവർ ഒന്നാമത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒന്നാമത്തെ മടങ്ങി വരവ് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ നടക്കുവാനിടയായിട്ട്, രണ്ടാമത്തെ മടങ്ങി വരവ് യെസ്രയുടെ നേതൃത്വത്തിൽ നടക്കുവാനിടയായിട്ട്, മൂന്നാമത്തെ മടങ്ങി വരവ് പ്രവാസ ജീവിതത്തിൽ നിന്ന് അവസാനത്തെ വരവ് നെഹമ്യാവിന്റെ വരവ്. നെഹമ്യാവിന്റെ അല്ലെങ്കിൽ സെരുബ്ബാബേലിന്റെ വരവ് ഏകദേശം 100 വർഷം കഴിഞ്ഞിട്ടും 100 വർഷം കഴിഞ്ഞിട്ടാണ് നെഹമ്യാവിന്റെ തിരികെയുള്ള വരവ്. ആ കാലഘട്ടമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് യാതൊരു അന്തം കിട്ടത്തില്ല. കാരണം 100 വർഷം കഴിഞ്ഞിട്ടാണ് നെഹമ്യാവ് ആദ്യത്തെ പ്രവാസത്തിന് ശേഷം മൂന്നാമത്തെ പ്രവാസ ജീവിതമായി അല്ലെങ്കിൽ തന്റെ തിരിച്ചു വരവ്. അപ്പോൾ 100 വർഷം ഇസ്രായേൽ മക്കൾ അവരുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നെങ്കിലും അവർ പ്രതീക്ഷിച്ച, പണ്ട് ജീവിച്ചതുപോലെയുള്ള ഒരു ജീവചരിത്രം, ജീവിത സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു നെഹമ്യാവിന്റെ കാലത്ത്. കാരണം നമുക്കറിയാം, 100 വർഷം കഴിഞ്ഞിട്ടും യെരൂശലേമിന്റെ മതിലുകൾ പണിതിട്ടില്ല, യെരൂശലേമിന്റെ കല്ലറകൾ പണിതിട്ടില്ല. യെരൂശലേം തകർന്നും ശൂന്യവും തീയാൽ വെന്ത് കിടക്കുന്ന അനുഭവത്തിലൂടെയായിരുന്നു 100 വർഷം. അപ്പം ഈ തകർന്നു കിടക്കുന്ന യെരൂശലേമിന്റെ പട്ടണം, ശൂന്യമായി കിടക്കുന്ന പട്ടണം, മതിലുകൾ വെന്തു പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥിതിവിശേഷം ഒക്കെ നെഹമ്യാവിനോട് അറിയിച്ചപ്പോൾ നെഹമ്യാവിന് വല്ലാത്ത നിരാശയുണ്ടായി. ഞാന് ചിന്തിക്കാനിടയായി തീർന്നു, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെ മതിലിങ്ങനെ തകർന്നും തരിപ്പണമായി കിടക്കുന്നതും കല്ലറകളൊക്കെ ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നതൊക്കെ കണ്ട് ഒരു ഭക്തൻ എന്തിനാണ് ഇത്ര സങ്കടപ്പെടേണ്ടത്? എന്തിനാണ് ഇത്ര സങ്കടപ്പെടേണ്ടത്? നമ്മുടെയൊക്കെ കല്ലറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെയും സങ്കടപ്പെടും അല്ലേ? നമ്മുടെയൊക്കെ കല്ലറയൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സങ്കടം തോന്നുന്നു? ഒരു സങ്കടവും ഇല്ല നമുക്ക്. കാരണം നമ്മൾ ആ കല്ലറയിലേക്ക് തിരിഞ്ഞു നോക്കാറേ ഇല്ല. ആരെങ്കിലും മരിക്കുമ്പോ അവിടെ പോകുന്നു, അവിടത്തെ കാടെല്ലാം വെട്ടി അവരെ കുഴിച്ചിടുന്നു, തിരിച്ച് നമ്മൾ പോകുന്നു. ഇനി അടുത്തൊരു പോക്കുണ്ടെങ്കിൽ അടുത്ത ഒരാൾ മരിക്കണം. പക്ഷേ ഇവിടെ നാം ചിന്തിച്ചു നോക്കിക്കേ, നെഹമ്യാവ് അങ്ങനെയല്ല. അവിടുത്തെ കല്ലറകളെ കുറിച്ചും യെരൂശലേമിന്റെ പട്ടണത്തെ കുറിച്ചും അതിന്റെ മതിലുകൾ തകർന്നതും കണ്ടിട്ട് ഏറെ നാൾ ദുഃഖിച്ചു നടന്നെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നെഹമ്യാവിന്റെ 1-2 സ്വഭാവ ഗുണങ്ങളെ പരിചയപ്പെടുത്തി വേഗത്തിലിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നെഹമ്യാവ് ഈ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, നെഹമ്യാവിന്റെ ഒന്നാമത്തെ സ്വഭാവ വിശേഷതയാണ് നെഹമ്യാവ് പ്രാർത്ഥനാ മനുഷ്യനായി, പ്രാർത്ഥന വീരനായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, നെഹമ്യാവിന്റെ പുസ്തകം, നെഹമ്യാവിനെ കുറിച്ച് ആര് പ്രസംഗിച്ചാലും നമ്മൾ എപ്പോൾ വചനമെടുത്താലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഈ വിഷയമാണ്. കാരണം നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നവനാണ്, നെഹമ്യാവ് പ്രാർത്ഥനാ വീരനാണ്. കാരണം നെഹമ്യാവ്
തന്റെ ഈ മതില് പണി എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് തന്റെ മനസ്സിലേക്ക് ഓടി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത് തകർന്നും തരിപ്പണമായി കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട് തന്റെ ജീവിതത്തിലെ വേദനകൾ ഉണ്ടാകുവാനിടയായിട്ട്, നിരാശകൾ ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ മതിൽ എങ്ങനെയെങ്കിലും പണിതുയർത്തണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ താൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നെഹമ്യാവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ ഒഴിവാക്കാൻ പറ്റും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ആരാണ് ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാത്തത്? നമ്മൾ ദൈവദാസന്മാരാണ്, ദൈവമക്കളാണ്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. 3 നേരം പ്രാർത്ഥിക്കുന്നവര് കാണും. രാത്രിയിൽ നമുക്ക് കുടുംബ പ്രാർത്ഥനകൾ മസ്റ്റായിട്ടുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയെ കുറിച്ചല്ല, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയല്ല നെഹമ്യാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ സകല എന്താ പറയുക, ഏറ്റവും അത്യുച്ചത്തിൽ നടന്നവനാണ്. ആ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഉപവാസം ഉണ്ടായിരുന്നു. നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തുണ്ട്? ഉപവാസമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തോ നമ്മൾ മാസത്തിൽ 3 ഇരുന്നായിരുന്നു നിർബന്ധമില്ല. അത് ഇപ്പോഴാണെങ്കിൽ ഷുഗറും പ്രഷറൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സന്ധ്യ ആകുമ്പോ കട്ട് ചെയ്യും. വൈകിട്ട് എന്ത് ചെയ്യും, വൈകിട്ട് വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. ആ ഉപവാസങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നെഹമ്യാവ് എന്ന് പറയുന്ന നേതാവിന്റെ പ്രത്യേകത ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ് നാം എല്ലാവരും. പക്ഷേ അതിന്റെ ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതലാണ് നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, ഉപവാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന. ഇനിയിപ്പോട്ടെ, നമ്മളെല്ലാവരും ഉപവസിക്കുന്നവരാണ്, നമ്മളെല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. നെഹമ്യാവിന്റെ വേറൊരു ഗുണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. 3ാമത്തെ സ്റ്റെപ്പാണ് പ്രാർത്ഥന, ഉപവാസത്തോടുള്ള പ്രാർത്ഥന. 3 കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. നമ്മളെപ്പോഴാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ വിഷയം വരുമ്പോഴാണ് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് രോഗം വരുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇത്ര ആത്മാർത്ഥതയോടെ ഉപവസിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ നെഹമ്യാവിനെ നിങ്ങളൊന്ന് നോക്കിക്കേ, പ്രാർത്ഥനാ വീരനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. ഹല്ലേലൂയ. താൻ പ്രാർത്ഥിക്കുന്നത് യെരൂശലേമിന്റെ മതിലുകളെ പണിയും. അപ്പോ ഒരു മതിൽ പണിക്ക് ഇത്ര വലിയ പ്രാർത്ഥന വേണം? ഒരു മതിൽ പണിക്ക് ഇത്ര വലിയ ഉപവാസം വേണം? മതിൽ പണിക്ക് ഇത്ര വലിയ കണ്ണുനീര് വേണം? ഞാൻ ചിന്തിച്ചപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല നെഹമ്യാവിന്. കാരണം നല്ല 1ാം തരം ജോലിയുണ്ട്. അതും രാജാവിന്റെ കൊട്ടാരത്തിനകത്ത്. നമ്മളെ ഇന്നത്തെ PSC ഒക്കെ എഴുതി കിട്ടാത്ത ജോലി, സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെ. നമ്മുടെ പിള്ളേരൊക്കെ പ്രാർത്ഥിച്ച് വിടുകയാണ് PSC കോഴ്സിന് വേണ്ടി. എന്തിനാ? ഒരു സർക്കാർ ഉദ്യോഗം കിട്ടുവാൻ വേണ്ടി. പക്ഷെ നെഹമ്യാവ് എന്ത് ചെയ്തു? അത് ജോലിയൊന്നും കണക്കാക്കാതെ ജനത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി, ഇസ്രായേലിന്റെ തകർന്നു കിടക്കുന്ന മതിൽ പണിയുവാൻ വേണ്ടി പ്രാർത്ഥന, ഉപവാസത്തോടുള്ള പ്രാർത്ഥന, കണ്ണുനീരോട്. എന്നെ ചിന്തിപ്പിച്ചത്, നമ്മളാണെങ്കിൽ 3 ദിവസം പ്രാർത്ഥിച്ചു നിർത്തും. കാരണം മറുപടിയൊന്നും ഇല്ല. കാരണം ഈ പണി നമുക്ക് തന്നെ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ട് കുറെ നമ്മൾ തന്നെ തളരും. ഈ പരിപാടി എന്ത് ചെയ്യത്തില്ല, വെറുതെ നമ്മുടെ സമയം കളയാനുള്ളൂ. കാരണം യെരൂശലേമിൽ പോയി പണി നടത്താന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയത്തില്ല. 2 നല്ല ജോലിയുണ്ട്. ഈ ജോലിയൊക്കെ ഇട്ടെടുത്തിട്ട് എന്തിനു പോണേ? നമുക്ക് നമ്മുടെ കുടുംബമായിട്ടൊക്കെ ജീവിച്ചപ്പോഴേ. ഇത് ദൈവം തന്ന ജോലിയാണ്. ഇത് ദൈവമായിട്ട് എനിക്ക് തന്ന ജോലിയാണ്. നല്ല ജോലി, ശ്രേഷ്ഠകരമേറിയ ജോലി. ഇത് വിട്ടിട്ട് ഒരു മതില് പണിക്ക് വേണ്ടി, മതില് പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷപ്പെടുന്ന ഒരു മേശം പണിക്കാരനെ പോലെ ഈ നല്ല കൊട്ടാരത്തിനകത്ത് ജോലിയൊക്കെ വിട്ട് അവിടെ പോയി പണിയാൻ യാതൊരു കാര്യമില്ല. പക്ഷേ നെഹമ്യാവ് അത് ചെയ്തില്ല. നെഹമ്യാവ്, ഇപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് നെഹമ്യാവ് ഇത്ര വലിയൊരു ടാർഗറ്റ്, അല്ലെങ്കിൽ ഇത്ര വലിയൊരു പദ്ധതി താൻ ഏറ്റെടുക്കുന്നത്? അവര് മതിലില്ലാതെ 100 വർഷം കിടന്നു. ഇനി അങ്ങനെ പോയിക്കൂടെ? ഇനി എനിക്കാകെ അല്പായുസേ ഉള്ളൂ. അതൊക്കെ കണ്ടും കേട്ട് അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയ.
പക്ഷെ നമ്മൾ ആ ചരിത്ര ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ മതിൽ തകർന്നതല്ല പ്രശ്നം, കല്ലറകൾ തേക്കിരയായതല്ല പ്രശ്നം. അവിടുത്തെ ജനം, ഇസ്രായേൽ മക്കൾ യെരൂശലേമിൽ പാർക്കാതെ, പട്ടണത്തിൽ പാർക്കാതെ അവർ ജാതീയ ഗ്രാമങ്ങളിൽ പോയി പാർക്കും. എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശം വിട്ട് അവരെന്ത് ചെയ്തു? വിജാതീയരുമായിട്ട് കൂട്ടുകെട്ടുന്നു. അവരുടെ ന്യായപ്രമാണങ്ങളെ മറന്നു, ആരാധനകളെ മറന്നു, യാഗങ്ങളെ മറന്ന് അവരെന്ത് ചെയ്തു? അന്യജാതിക്കാരുമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് വീഴുന്നു, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവർ പിന്മാറ്റത്തിലേക്ക് പോകുന്നു, അവർ ന്യായപ്രമാണങ്ങളെ മറന്നു എന്നുള്ള ആ ഏറ്റവും വലിയ ആ വേദനയാണ് തന്നെ അലട്ടിയത്. അതുകൊണ്ട് എന്റെ ജനം സുരക്ഷിതമായി കഴിയണം, അതിന്റെ ജനം സന്തോഷത്തോടെ ന്യായപ്രമാണ പ്രകാരം ജീവിക്കണം, ആരാധനകൾ അതിനകത്ത് നടക്കണം, യാഗങ്ങൾ നടക്കണം. യെരൂശലേം തുറന്ന ഒരു അധ്യായം പോലെ, തുറന്നൊരു പട്ടണം പോലെ കിടക്കാതെ, ഏത് സമയത്തും ഏത് ശത്രുവിന് കയറി വരുവാൻ കഴിയുന്ന ഒരു പട്ടണം പോലെ കിടക്കാതെ ആ ദൗത്യം ഏറ്റെടുത്തി. നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളൊരു വാക്ക് പ്രാർത്ഥിച്ചെന്ത് ചെയ്യും? ആ സബ്ജക്റ്റ് വിടും. ഇവിടെ നാം വായിച്ച 1-ാം അധ്യായം വായിക്കുമ്പോൾ താൻ പല നാൾ ദുഃഖിച്ചു നടന്നു, പല നാൾ താമസിച്ചു, പല നാൾ പ്രാർത്ഥിച്ചു. തന്റെ രാജാവിൽ നിന്ന് തനിക്ക് അനുവാദം ലഭിക്കണം അവിടെ പോയി പണിയെടുക്കാനൊക്കെ. പക്ഷെ താൻ പ്രാർത്ഥിച്ചു. തന്റെ ദൗത്യത്തിന് വേണ്ടി ദൈവം അനുവാദങ്ങളെ നൽകി, സാഹചര്യങ്ങളെ ഒരുക്കി, പദ്ധതികളെ ദൈവം ഒരുക്കി. ആ കൊട്ടാരത്തിന്റെ അകത്ത് തന്റെ ജോലി വിട്ട് താനും തീരും യെരൂശലേമിലേക്ക് പോകാൻ തയ്യാറായി. തന്റെ രാജാവ് അവന് പെർമിഷൻ കൊടുത്തു. വെറുതെ പെർമിഷൻ കൊടുത്തതല്ല, പലസ്തീനിലെ ഗവർണറാക്കി മാറ്റി, തടി അങ്ങനെയുള്ള ഉപകരണങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയുള്ള അനുവാദ പത്രങ്ങൾ നൽകി. ഇന്ന് പകലിൽ ഞാൻ ഈ സന്ധ്യയിൽ വിളിച്ചു പറയട്ടെ, നാം ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഏത് തടസ്സങ്ങളെ ദൈവം മാറ്റും. പ്രാർത്ഥിക്കാൻ നാം തയ്യാറാണെങ്കിൽ, ഉപസിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, കരയുവാൻ നാം തയ്യാറാണെങ്കിൽ, ഏത് പഴകിയ പണികളും ഏത് പണികളും അത് ചെയ്യുവാൻ കഴിയാത്ത ദൈവപ്രവൃത്തികൾ നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുകയാണ്? സാഹചര്യങ്ങളെ നോക്കി പിന്മാറുകയാണ്. സാഹചര്യങ്ങളെ നോക്കി നമ്മളെക്കാട്ടിലും കഴിവുള്ളവർ പുറകെ വരുമെന്ന് പറഞ്ഞ് നാം പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ ഈ സന്ധ്യയിൽ വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയോടെ സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ നിന്റെ ശുശ്രൂഷകൾക്ക് തടസ്സങ്ങളെ ദൈവം മാറ്റി, വിശാലതകളെ ദൈവം ഒരുക്കി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾ നിന്റെ കണ്ണിലൂടെ, നിന്റെ കരത്തിലൂടെ ദൈവം ചെയ്തിട്ടുവാൻ മതിയായി. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥന ജീവിതം വേണം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നേതാവായിരുന്നു നെഹമ്യാവ്. വെറും പ്രാർത്ഥനക്കാരനല്ല, അതിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. വെറും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനല്ല, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നവനായി. രണ്ടാമത്തെ ക്വാളിറ്റി നെഹമ്യാവിന്റെ ധൈര്യശാലിയായിരുന്നു. നെഹമ്യാവ് he was a man of courage എന്നാണ്. man of courage എന്ന് പറഞ്ഞാൽ ധൈര്യശാലി. ഈ പ്രാർത്ഥന 1-ാം അധ്യായം 2-ാം അധ്യായമൊക്കെ വായിച്ചു കഴിഞ്ഞാലോ നമുക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി നെഹമ്യാവിൽ കാണാൻ കഴിയത്തില്ല. ഞാൻ പഠിച്ചത്, ഈ വചനമൊക്കെ പഠിക്കുന്നതിന് മുൻപേ, ഈ പുസ്തകം ഒരുക്കുന്നതിന് മുൻപേ ഞാൻ ധരിച്ചിരുന്നത് നെഹമ്യാവ് ഒരു യിരെമ്യാവ് പ്രവാചകനെ പോലെയുള്ള ഒരു പ്രവാചകനാണെന്ന് ഞാൻ കരുതിയത്. കാരണം എപ്പോഴും കരച്ചിലും, എപ്പോഴും കണ്ണുനീരും, എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും ഉപവാസം. അങ്ങനെ ഒരു ആരോഗ്യമില്ലാത്തവൻ, ധൈര്യമില്ലാത്തവനൊക്കെയാണ് ഞാൻ കരുതി. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനയുടെ എക്സാമ്പിൾ ആയിട്ടാണ് നെഹമ്യാവിനെ നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്, നമ്മൾ പ്രസംഗിക്കാറുള്ളത്. പക്ഷെ ഈ 6-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിക്കണം. ഞാൻ ധരിച്ചുപോയി. നെഹമ്യാവ് വെറുതെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു നേതാവല്ലായിരുന്നു, ചുമ്മാ പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു നേതാവല്ലായിരുന്നു. അസാമാന്യ ധൈര്യശാലിയായിരുന്നു നെഹമ്യാവ്. ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ എന്നെ ധൈര്യപ്പെടുത്തിയതും അതാണ്. നമ്മൾ ചിന്തിക്കും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ ചുമ്മാ പ്രാർത്ഥിച്ച് നടക്കും. ഈ പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ വിലയൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പ്രാർത്ഥിക്കുന്നവരെ വലിയ മൈൻഡൊന്നുമില്ല. പക്ഷേ മൈക്കൊക്കെ പിടിച്ച് 2 വാക്ക് സംസാരിക്കുന്നവനെ
അല്ലെ, പ്രസംഗവേദിയിൽ നിൽക്കുന്നവരെ, കൺവെൻഷൻ വേദിയിലൊക്കെ നിൽക്കുന്നവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നല്ല ധൈര്യശാലിയായിട്ടൊക്കെ കാണുന്നതും അവരാണ് ഇച്ചിരി നല്ല മെച്ചപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്നവരെയൊക്കെ നമ്മൾ താഴത്തെ തട്ടിലാണ് നിർത്തുന്നത്. പക്ഷേ നെഹമ്യാവിനെ ഞാനും അങ്ങനെയാണ് കണ്ടത്. പ്രാർത്ഥിച്ചു കരഞ്ഞു. പക്ഷേ നെഹമ്യാവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. 6-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിക്കണം. നെഹമ്യാവ് അസാധാരണ ധൈര്യശാലിയായിരുന്നു. അല്ലെങ്കിൽ അസാധാരണ ധൈര്യശാലി. കാരണം പറയാം, അന്ന് ഈ മതിൽ പണി തുടങ്ങുമ്പോൾ ഏറ്റവും പ്രശ്നമുണ്ടാക്കിയത് നമുക്കറിയാം സൻബല്ലത്തും തോബിയാവുമാണ്. ഇവര് രണ്ടുപേര് പ്രശ്നം ഉണ്ടാക്കിയ ഈ രണ്ടുപേരെ നമുക്ക് നേരിടാൻ പറ്റും. രണ്ടുപേരെ നമുക്ക് എന്ത് ചെയ്യാം, നേരിടാം. പക്ഷെ അവരൊരുക്കിയ തന്ത്രങ്ങളാണ് പലപ്പോഴും നമുക്ക് നേരിടുവാൻ കഴിയാത്തത്. പിശാചിനെ നമുക്ക് ഭയമില്ല, നമുക്ക് ഭയമില്ല. പക്ഷെ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ് പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത്. ഹല്ലേലൂയ. പിശാച് കൊണ്ടുവരുന്ന, അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. അറിയാത്തവരല്ല നമ്മൾ. ഹല്ലേലൂയ. അപ്പോൾ സൻബല്ലത്തും തോബിയാവും ഈ പണിക്ക് നേരെ വന്നു. പണിക്ക് നേരെ പണി തകർത്ത് കളയുവാൻ, അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ തന്റെ ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? നമ്മളെപ്പോഴും പറയാം സൻബല്ലത്തും തോബിയാവും പ്രശ്നമായിരുന്നു, പ്രതിസന്ധിയായിരുന്നു, കഷ്ടമായിരുന്നു, അവർക്ക് നിന്നയും പരിഹാസമായിരുന്നു. സൻബല്ലത്ത് വന്നത് അല്ലെങ്കിൽ തോബിയാവ് വന്നത് വെറുതെ വന്നതല്ല. അവരുണ്ടാക്കി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി. നെഹമ്യാവിന് എന്നുണ്ടാക്കി കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മതിലിൽ പണിയുന്നവരുടെ അകത്ത് തന്നെ അവരെന്ത് ചെയ്യുക, ചിതറിക്കത്തക്ക നിലയിൽ അവരുടെ മനസ്സിനെ എന്ത് ചെയ്തു, രണ്ടാക്കുന്ന നിലയിൽ, ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ജനതയുടെ മനസ്സിനെ രണ്ടാക്കുന്ന നിലയിൽ തന്ത്രങ്ങൾ, കൂട്ടുകെട്ടുകൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ തനിക്കെതിരെ എന്ത് ചെയ്യാം, പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടിക്കടി ഈ തോബിയാവും സൻബല്ലത്തും അവരുടെ ദൂതന്മാരെ അല്ലെങ്കിൽ അവരുടെ നേരെ, അല്ലെങ്കിൽ നെഹമ്യാവിന്റെ നേരെ ആളയക്കുക. നീ ചെയ്യുന്നത് ശരിയല്ല, നിന്റെ പണി ഒരു കുറുക്കൻ ചാടിയാൽ തകർന്നു പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു ദിവസം പറഞ്ഞിട്ട് തിരിച്ചു വരും. പണി പകുതി എത്തുമ്പോ, മതിലിന്റെ പണി പകുതി എത്തുമ്പോ വേറൊരുത്തനെ എന്ത് ചെയ്യും, വിടും. നിന്റെ പണി ശരിയല്ല, നീ അടച്ച അടവ് ശരിയല്ല, നീ ഇവിടെ വെച്ച വാതിൽ ശരിയല്ല, ഈ വാതിൽ ഇപ്പുറത്ത് വരണമായിരുന്നു. അറിയാലോ, നമ്മുടെ ശുശ്രൂഷ എന്ത് ചെയ്യത്തില്ല, ശരിയല്ല, നിന്റെ പ്രസംഗം എന്തെയല്ല ശരിയല്ല, നിന്റെ പ്രാർത്ഥന ശരിയല്ല, നിന്റെ സഭ ശരിയല്ല. ഇങ്ങനെ തന്ത്രങ്ങളാണ് ആത്മീയത്തോട്ട്. സൻബല്ലത്തും നേർക്ക് നേരെ വന്ന യുദ്ധത്തിന് വരികയല്ലായിരുന്നു, തന്ത്രങ്ങൾ മെനഞ്ഞു ഓരോരുത്തരെ വിടുകയായിരുന്നു. അവിടെ വായിക്കുമ്പോൾ 5 പ്രാവശ്യം വിട്ടു. നെഹമ്യാവിന്റെ നേരെ 5 പ്രാവശ്യം. അത് മാത്രമല്ല, യുദ്ധത്തിനാളെ കൂട്ടി. ഈ തന്ത്രമൊക്കെ മനസ്സിലാക്കി നെഹമ്യാവ് ചെയ്തത്, ഒരു കൈ കൊണ്ട് പണിയും ഒരു കൈയിൽ ആയുധവും പിടിപ്പിക്കും. എന്താണ് കൂടെ പണിയുന്നവര് ഇവരുടെ തന്ത്രം മനസ്സിലാക്കിയ അവരോട് പറഞ്ഞു, എന്ത് ചെയ്തു നെഹമ്യാവ്, എന്ത് ചെയ്തു, തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി വരുമ്പോൾ ഒരു കൈയിൽ ആയുധം ഒരു കൈയിൽ എന്ത് ചെയ്തു പണിയും. നിങ്ങൾ പറ, ഒരു യെരുശലേമിന്റെ ഒരു മതില് പണി ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റും? നമുക്ക് 2 കൈ ഉണ്ടായിട്ട് പറ്റുന്നത്. 10 വർഷം ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കട്ട പോലെ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നമ്മളെയൊക്കെ ദൈവം വിശ്വസ്തയോടെ ഒരു സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാരൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും വന്നതുപോലെ തന്നെയാണ് എന്ന് എന്തെങ്കിലും ഒരു മാറ്റം നമ്മളെ കൊണ്ട് വരുത്താൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ധൈര്യത്തെ ക്ഷയിപ്പിക്കുവാൻ നമുക്ക് ആഗ്രഹമുള്ളിൽ പലതും ചെയ്യണമെന്ന്. പക്ഷെ പിശാച് തന്ത്രങ്ങൾ ഒരുക്കി നമ്മുടെ മനസ്സിനെ മടുപ്പിച്ച്, നമ്മുടെ ശുശ്രൂഷകളെ മടുപ്പിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മളെ കൊണ്ട് കഴിയാതെ വണ്ണം തന്ത്രങ്ങൾ വരും. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. എങ്ങനെയാണ് ആൾക്കാരെ വിട്ടിട്ട്
അവരെന്ത് ചെയ്യുക? ശയിപ്പിക്കുക, മനസ്സ് മടുപ്പിക്കുക. അടുത്ത ചെയ്തത് എന്താണെന്നറിയാമോ? അവരെ കൊണ്ട് പറയിപ്പിക്കുക, നീ മതിലൊക്കെ പണിയുന്നത് എന്തിനാണ്? നീ അടുത്ത രാജാവാകാൻ വേണ്ടി. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മളെ ഒരു പണിയൊക്കെ തുടങ്ങി പകുതി മുക്കാലിലെത്തുമ്പോ നമ്മളെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞു, തെറ്റാണോ പറഞ്ഞത്? നിന്റെ പണിയൊക്കെ കൊണ്ട് ആദ്യം പറഞ്ഞ പണി മോശമാണ്, ഒരു കുറുക്കൻ ചാടി എന്ത് ചെയ്യും? തകരെന്ന് പറഞ്ഞ് രണ്ടാമത് തന്ത്രം മാറ്റി. നീ ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം, നീ ഞങ്ങളുടെ ഈ രാജാവാകാൻ വേണ്ടി. ഞാനൊക്കെ ആണെങ്കിൽ അറിയാതെ ഒന്ന് എഴുന്നേറ്റ് പോകും, കാലൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ശരിയാണ്, അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടി ഇവിടെ എന്ത് ചെയ്യണം? ഇരിക്കണം. ജനത്തെയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പണിയൊക്കെ ചെയ്തപ്പോ ആദ്യത്തെ തന്ത്രത്തിൽ വീണില്ല, അടുത്ത തന്ത്രം വരിക്കുന്നത് നീ ചെയ്യുന്ന പണി നല്ല. ഇവിടെ രാജാവായിട്ടൊക്കെ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ഒരു കസാരയൊക്കെ കിട്ടാൻ, നേതാവാകാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ഇനി ഇവര് തന്നെ നമ്മളെ നേതാവാക്കുകയാണെങ്കിൽ എന്ത് നല്ല കാര്യം. എത്രയോ ശക്തന്മാർ വീണുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിലാണ് നമ്മൾ. ഒരു അധികാരത്തിന് വേണ്ടി ഒരു സെൻട്രൽ പാസ് ആക്കാന്നൊക്കെ നമ്മളെ കുറിച്ച് എല്ലാ രാജൻ പാസ് പറഞ്ഞ ആരാകാത്ത അല്ല. പാസ് എത്രത്തോളം ഇവിടെ ഒക്കെ വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഇനി പാസ് ഞങ്ങളെ ഒരു നേതാവാക്കി അല്ലെങ്കിൽ ഞങ്ങളെ സെൻട്രൽ പാസ് ആക്കി വെക്കാനാണ്. ആരാ വീഴാത്ത? ഇതാണ് നെഹമ്യാവിന്റെ നേരെ കൊണ്ടുവന്ന അടുത്ത തന്ത്രം. നീ ഞങ്ങളുടെ ഇടയിൽ രാജാവാക്ക. ഈ തന്ത്രവും ആർക്ക് മനസ്സിലായി? നെഹമ്യാവിന് മനസ്സിലായി. മൂന്നാമത് ഇറക്കിയത് പ്രവാചകനെയാണ്. മൂന്നാമത്തെ തന്ത്രം, ഒരു പ്രവാചകൻ അവരെന്ത് ചെയ്തു? ഉണ്ടാക്കിയിട്ട് അയച്ചു. നിന്നെ കൊല്ലുവാൻ വേണ്ടി അവരെന്ത് ചെയ്യും? വരും. ഒന്ന് കളയാനാണ് അടുത്ത തന്ത്രം. നിന്നെ കൊല്ലുവാൻ വേണ്ടി. ഇതിലൊന്നും വീണില്ല കേട്ടോ. അപ്പൊ അടുത്ത തന്ത്രം ഉണ്ടാക്കുകയാണ്. പ്രവാചകനെ അയച്ചിട്ട് പ്രവചിക്കുകയാണ്. പ്രവാചകനെ അയച്ചിട്ട് എന്ത് ചെയ്യാണ്? പ്രവചിക്കുകയാണ്. എന്താണ്? നിന്നെ കൊല്ലുവാൻ. ആരാണ് ഈ പ്രവാചകനെ അയച്ചത്? അവര് തന്നെ. ആരാണ് കൊല്ലാൻ വരുന്നത്? അവര് തന്നെ. ഇന്ന് പ്രവചനമൊക്കെ ഒരു ട്രെൻഡായി നിൽക്കുകയാണ്. നമ്മൾ എന്തായാലും വീഴും. കാരണം ശരിയാണ്, എനിക്ക് ഒത്തിരി ശത്രുക്കൾ എത്ര വലിയ പണിയൊക്കെ എടുക്കുമ്പോ എന്തായാലും ശത്രുക്കൾ ഉണ്ടാകും. ആ പ്രവചനം സത്യം തന്നെയാണ്. അപ്പൊ ഞാനെന്ത് ചെയ്യാം? അവരുടെ ആ പ്രവചനത്തിന് ഇഷ്ടത്തിന് എന്ത് ചെയ്യാം? മാറാം, പണി ഉപേക്ഷിക്കാം, കുറച്ചുനാള് ലീവ് എടുത്തിട്ടൊക്കെ എന്ത് ചെയ്യാം? മാറി. എത്ര തന്ത്രങ്ങളാണെന്നറിയാമോ? നിങ്ങൾ പഠിച്ചാൽ മതി. മാറി മാറി വന്ന് വിടം മാറാതെ ധൈര്യത്തോടെ തന്നു. തനിക്ക് മനസ്സിലായി, എനിക്ക് നേരെ കടന്നു വരുന്ന ഈ തന്ത്രങ്ങൾ, ഈ ഗൂഢാലോചനകൾ, അല്ലെങ്കിൽ എനിക്ക് നേരെ വരുന്ന കുറ്റാരോപണങ്ങൾ, ഇത് എന്റെ നന്മയ്ക്കല്ല, പകരം എന്റെ ദർശനത്തെ തകർക്കുവാൻ, എന്റെ പദ്ധതിയെ തകർക്കുവാൻ, എന്റെ ശുശ്രൂഷകളെ തകർക്കുവാൻ ശത്രുവായവൻ അനുകൂലമായും പ്രതികൂലവുമായും എന്റെ നേരെ കടന്നു വരുന്നെന്ന് കറക്റ്റ് മനസ്സിലാക്കിയ നെഹമ്യാവ് അവന്റെ ജനത്തിന്റെ ധൈര്യം ക്ഷയിച്ചു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ വായിച്ച കൃപ. ദൈവത്തോട് എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന്റെ ധൈര്യം എന്ത് ചെയ്യുന്നു? ക്ഷയിച്ചു പോകരുത്. ദൈവമേ, എന്നെ കാക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. 8 ചെറുതും വലുതുമായ പ്രാർത്ഥനകളാണ് തന്ത്രം. ഒരു പിശാച് നമുക്ക് പ്രതികൂലമായിട്ട് പരിഹാസങ്ങളും നിന്ദകളും കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ചെയ്യുന്നെങ്കിൽ നമ്മൾ ജയിക്കും. പക്ഷെ ഒരു 10,000 രൂപ ഞാൻ എന്ത് ചെയ്യും? തരാം. നമ്മളെന്ത് ചെയ്യും? ശരിയാണല്ലോ, പണിക്ക് വേണ്ടി തന്നാന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? കൈനീട്ടി എന്ത് ചെയ്യും? നെഹമ്യാവ് അത് ചെയ്തില്ലെന്നാ പറഞ്ഞ. നെഹമ്യാവ് എന്ത് ചെയ്തില്ല? ആ പൈസ വാങ്ങിയില്ല. നെഹമ്യാവിന് മനസ്സിലായി ഇത് തന്ത്രമാണ്, ഇതെന്നെ കൊടുക്കുവാൻ നോക്കുന്ന തന്ത്രമാണ്. ധൈര്യത്തോടെ താൻ തന്റെ പ്രവൃത്തിക്ക് വേണ്ടി, തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ എന്ത് ചെയ്തു? ഇതൊക്കെ മനസ്സിലാക്കി
നമ്മളും നെഹമ്യാവിനെ പോലെ ധൈര്യശാലികളാകണം. പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, സഭയ്ക്കകത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷയിച്ചു പോകാറുണ്ട്. ഈ സത്യയിൽ വിളിച്ചു പറയട്ടെ, നെഹമ്യാവിനെ പോലെ നാം ധൈര്യമുള്ളവരായി. ആരൊക്കെ കൂട്ടുകെട്ടുകൾ മെനയട്ടെ, ആരൊക്കെ നമുക്ക് നേരെ തന്ത്രങ്ങൾ മെനയട്ടെ, ആരൊക്കെ നമുക്ക് വേണ്ടി കുറ്റാരോപണങ്ങൾ നടത്തട്ടെ, ആർ നമുക്ക് നേരെ വിരൽ ചൂണ്ടട്ടെ, കമ്മറ്റികൾ നമുക്ക് നേരെ എഴുന്നേൽക്കട്ടെ, പക്ഷേ ദൈവമാണ് എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചതെന്നുള്ള ബോധ്യം, ദൈവമാണ് എന്നെ ഇത്രത്തോളം നിർത്തിയത്, ദൈവമാണ് എന്നെ കൊണ്ടുവന്നെന്നുള്ള ബോധ്യം നമുക്കകത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ഏത് തന്ത്രങ്ങളെ പരിപൂർണമാക്കി നമ്മുടെ വേലത്തേക്ക് പോകാൻ നമുക്ക് കഴിയണം. ആ മഹാബലം, ആ മഹാശക്തി കർത്താവ് നമുക്ക്. ഒരു വാക്കും കൂടി പറയട്ടെ. നെഹമ്യാവിന്റെ മൂന്നാമത്തെ ക്വാളിറ്റി, താൻ സ്വയം ത്യാഗി എന്ന് സെൽഫ് ഡിനൈൽ ആയിരുന്നു. ഈ വർഷം വേണം സെൽഫ് ഡിനൈൽ എന്നാണ് എന്ന് പറഞ്ഞാൽ സ്വയം ത്യാഗിയായിരുന്നു. സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല മതിൽ പണിക്ക് ഇറങ്ങിയത്, പേരിൽ ഇറങ്ങിയതല്ല, പ്രശംസയ്ക്ക് ഇറങ്ങിയതല്ല, പേരിൽ നല്ല പേര് കിട്ടുന്നോ പൊസിഷനോ കസാരയ്ക്കോ വേണ്ടി ഇറങ്ങിയത്. നല്ല ഒന്നന്തര ജോലി ഉണ്ടായിരുന്നു. അത് രാജിവെച്ചിട്ട് തന്നെ ഗവർണറായിട്ടാണ് നിയമിച്ചത് രാജാവ്. അപ്പോൾ ആ ഗവർണർക്ക് അന്നത്തെ ആദേശം യെരൂശലേമുകാര് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ കൊടുക്കേണ്ടത് ഒരു ദിവസം ഒരു കാളയെ പാകം ചെയ്തു, ഒരു ദിവസം ഒരു ആടിനെ പാകം ചെയ്തു, മാസം ശമ്പളം ചെയ്യുന്നു. ആർക്ക് കൊടുക്കണം? നെഹമ്യാവിന് ഇസ്രായേൽ മക്കൾ കൊടുക്കണം. ഗവർണർക്ക് കൊടുക്കേണ്ട ശമ്പളം ചെയ്യണം. ഭരിച്ചോ ഭരിച്ചില്ലയോ, നടത്തിയോ നടത്തില്ലയോ, മതില് പണി തീർന്നോ തീർന്നില്ല, അതൊന്നും ഇഷ്ടമല്ല. ഇത് അവനുള്ള അവകാശമാണ്. പക്ഷേ നാം വായിക്കുന്നത് താൻ എന്ത് ചെയ്തില്ല? 12 സംവത്സരം, തന്റെ 5:16 വാക്യം, 12 സംവത്സരം ഞാനും എന്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ 5 പൈസ അവരെ വാങ്ങാതെ താൻ എന്ത് ചെയ്തു? തന്നെ ആ പ്രവർത്തിക്ക് വെച്ചു. ഹല്ലേലൂയ. ഇത്ര വലിയ ജോലിയും പദവിയും ഉണ്ടായിട്ട് ഒരു കൂലിപ്പണിക്കാരനെ പോലെ കട്ട ചുമക്കാൻ എഴുതി. ഹല്ലേലൂയ. കുളിക്കുമ്പോ പോലും എന്ത് ചെയ്തില്ല? ആയുധം വെച്ചില്ലെന്ന്. കുളിക്കാൻ നേരത്ത് പോലും എന്ത് ചെയ്തില്ല? ആയുധം കയ്യിൽ നിന്ന് വെച്ചില്ല. താനും അതുപോലെ തന്നോടുകൂടെ പണിയെടുക്കുന്നു. ഹല്ലേലൂയ. നമ്മളാണെങ്കിലോ, നമ്മുടെ ഇന്നത്തെ നേതാക്കന്മാരാണെങ്കിലോ, ഹല്ലേലൂയ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. 10 പൈസ കിട്ടാൻ വേണ്ടിയാണ് പരിപാടി എന്ത് ചെയ്യുന്നത്. കന്മച്ചമ്മയ്ക്കാണെങ്കിൽ പ്രാസംഗികൻ ഇങ്ങോട്ട് പൈസ തരാന്ന് പറഞ്ഞ പ്രാസംഗികനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നമുക്ക് പൈസ തരുന്ന പ്രാസംഗികനെ നമ്മൾ എന്ത് ചെയ്യും? പ്രസംഗത്തിന് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ. അങ്ങനത്തെ ഒരു നേതാവല്ലായിരുന്നു നെഹമ്യാവെന്ന. തനിക്കുള്ളത് മുഴുവനും ചെലവാക്കി മതില് പണികൾ 52 ദിവസം കൊണ്ട് പണിപ്പോയി. സ്വയം ത്യാഗിയാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരെയൊക്കെ കണ്ടുകിട്ടാൻ നമുക്ക് യാതൊരു വഴിയില്ല ഇപ്പൊ. ഹല്ലേലൂയ. ഇനി നാളെ നമ്മളൊക്കെ ആകുകയാണെങ്കിൽ ഞാൻ പറയുക, ഹല്ലേലൂയ, നമുക്ക് നെഹമ്യാവിനെ പോലെ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. സകലവും വേണ്ടെന്ന് വെച്ച് അവിടുത്തെ 5:19 വായിക്കുന്നത്, എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെന്തൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ നമ്മളാണെങ്കിൽ സകലവും വാങ്ങിയിട്ട് വീണ്ടും അവർ പറയും, എന്നെ ഓർത്തൊന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അടുത്ത പ്രാവശ്യം വീണ്ടും കൺവെൻഷൻ നടത്താൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാശ് മൊത്തം വാങ്ങിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ അങ്ങനത്തെ നേതാക്കന്മാരെയൊക്കെ കാണാൻ പറ്റും. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനാവീരനായ നെഹമ്യാവ്, ധൈര്യശാലിയായിരുന്നു, സ്വയം ത്യാഗിയായ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തന്റെ ദർശനത്തെ ദൈവം പൂർത്തീകരിച്ചു.
തന്റെ വേല വായിക്കുന്നത് എങ്ങനെയാണ്? വേല വലിയതും വിശാലമാകും. ഹല്ലേലൂയ. വേല വലിയതും വിശാലമാകുന്നു, പക്ഷേ സമയത്തിന് മുൻപേ പൂർത്തീകരിപ്പാൻ, അതിലെ ദിവസങ്ങൾ എണ്ണി പൂർത്തീകരിപ്പാൻ, ഹല്ലേലൂയ, ഈ തനിക്കെതിരെ ഗൂഢാലോചനകൾ ഒരുക്കിയ, തനിക്ക് നേരെ തന്ത്രങ്ങൾ മെനിഞ്ഞ അവരുടെ കണ്ണ് ഞെട്ടുന്ന വിധത്തിൽ അവര് തന്നെ അവസാനം പറയേണ്ടി വന്നു, ഇത് ദൈവത്താൽ സാധ്യമായെന്ന് പറയത്തക്കതിനെ. ഹല്ലേലൂയ. ഒരു പഴുതുകളും ഇല്ലാതെ, ഒരു പോരായ്മകളും ഇല്ലാതെ, ഒരു കുറവുകളും വരാതെ തക്ക സമയത്ത് വേല പൂർത്തീകരിക്കുവാൻ, ഈ വിശാലമാകുന്ന വേല പൂർത്തീകരിക്കുവാൻ നെഹമ്യാവിന് കഴിയും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവരായി നാം മാറുമെങ്കിൽ, ധൈര്യശാലികളായി നാം മാറുമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി നാം നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് വരെ ചെയ്യാത്ത അത്ഭുതങ്ങൾ, ഇന്ന് വരെ ചെയ്യാത്ത വലിയ ശുശ്രൂഷകൾ, ഇന്ന് വരെ നമ്മുടെ ദൈവം വിശ്വസ്തന്മാരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നെഹമ്യാവിനെ പോലെ നമുക്കും നമ്മുടെ കാലുകളെ മുൻപോട്ട് പ്രാർത്ഥിക്കുന്നവരാണ് നാം. എന്നാൽ പ്രാർത്ഥനയുടെ ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് മുൻപോട്ട് കാലെടുത്ത് വയ്ക്കാം. ഉപവസിക്കുന്നവരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരും അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരുമായി മാറുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികളും പരിഹാസങ്ങളും നിന്ദകളും, ഹല്ലേലൂയ, അതൊക്കെ ദൈവസന്നിധിയിൽ മാറ്റി, ഹല്ലേലൂയ, വിശ്വസ്തയോടെ നേരോടെ ധൈര്യത്തോടെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. യോശുവോട് മോശ പറയുന്നുണ്ട്, നീ ധൈര്യശാലിയായി, ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ ധൈര്യത്തോടെ നിൽക്കുക. ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, നിരാശകൾ, വേദനകളൊക്കെ മാറ്റി ദൈവം നമ്മുടെ ശുശ്രൂഷകളെ വിശാലമാക്കും, നമ്മുടെ വേല വിശാലമാക്കും. നമുക്ക് തരുന്ന ആത്മീകമാകുന്ന ഭൗതികമാകുന്ന നന്മകളൊക്കെ ദൈവം വിശാലമാക്കി നൽകും. ധൈര്യത്തോടെ നിൽക്കാൻ. ഹല്ലേലൂയ. നെഹമ്യാവിനെ പോലെ, ഹല്ലേലൂയ, യാതൊന്നും പ്രതീക്ഷിക്കാൻ സ്വയം ത്യാഗം ചെയ്ത്, പദവികളോ പ്രശംസകളോ കസേരകളോ ഒന്നും നോക്കാതെ ദൈവത്തിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യും. ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അവസരങ്ങൾ ഒരുക്കി തന്ന ദൈവദാസന്മാരോട് നന്ദി പറയുന്നു. കർത്താവ് സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശമാണ് ഇന്ന് സന്ധ്യാസമയം കർത്താവ് ആത്മാവ് നമുക്ക് നൽകിയത്. കർത്തദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അത് കേൾപ്പിച്ചു പോലെ നെഹമ്യായുടെ ജീവിതത്തിൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതം, സ്തോത്രം, അത് നിമിത്തമായി താൻ ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുത്ത ധൈര്യം, ഹല്ലേലൂയ, മാത്രമല്ല അത് നിമിത്തമായി അതായത് ദൈവസന്നിധിയിൽ സ്തോത്രം താൻ സ്വയം ത്യജിക്കുന്നവരും മനോഭാവം തനിക്ക് ഉണ്ടായിരുന്നു. ആ നിമിത്തമായി തന്നെ ഏൽപ്പിച്ച തനിക്ക് ഒരു ആത്മഭാരം ദൈവം നൽകുകയും ആ ആത്മഭാരം നിമിത്തം തനിക്ക് കഷ്ടം അനുഭവിക്കുന്ന തൻ്റെ സ്വന്തം ജനത്തിൻ്റെ കഷ്ടത കണ്ടപ്പോൾ സ്വന്തം അവരെ സംരക്ഷിക്കുവാൻ താൻ എടുത്ത ആ പദ്ധതികൾ ദൈവാത്മാവ് തന്നെ ധൈര്യപ്പെടുത്തി ആലോചന നൽകി, അത് ആലോചന പ്രാപിച്ച് അത് പൂർത്തീകരിപ്പാൻ സർവശക്തനായ ദൈവം തന്നെ സഹായിച്ചല്ലോ. അത് തനിക്കും തൻ്റെ ജനത്തിന് അത് അനുഗ്രഹമായി തീർന്നു എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അത് നിമിത്തം സ്തോത്രം ജീവിതത്തിൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, അപവാദങ്ങൾ വന്നു, സ്തോത്രം, പരിഹാസങ്ങളോ നിന്ദങ്ങളൊക്കെ വന്നെങ്കിലും ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കണ്ണുനീരോടെ അത് ഗ്രഹിക്കുവാൻ തനിക്ക് സാധിച്ചു. ജയം പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം തന്നെ സഹായിച്ചത്. അതുപോലെ ഈ സെപ്റ്റംബർ മാസത്തിലെ ഓരോ ദിവസവും നമുക്ക് ജയോത്സവമായി കർത്താവ് നടത്തുക നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പ്രാർത്ഥനാ ജീവിതം, ഉപവാസ ജീവിതം, കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ധൈര്യം പ്രാപിച്ച് മുന്നേറുവാൻ, നമ്മളെ തന്നെ ത്യജിക്കുന്നവരായി തീരുവാൻ കർത്താവ് താൻ പറഞ്ഞ പോലെ എന്നെ അനുഗമിപ്പാൻ ആരെങ്കിലും ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം എന്നാണല്ലോ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ആ ഒരു ജീവൻ നയിപ്പാൻ, ക്രിസ്തീയ ജീവൻ നയിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഈ 9-ാം മാസം ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും യേശുക്രിസ്തു നാമത്തിൽ കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ, കരം പിടിച്ച് നടക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകുവാൻ സ്വന്തം പ്ലസ് മീഡിയയിലെ ഓരോ ഗ്രൂപ്പിലെ ദേവദാസമായ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ ദൈവസ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാം. മാത്യു സഹോദരൻ ഉണ്ടോ? മാത്യു ഇല്ല. രാജൻ പാസ്റ്റർ പ്രാർത്ഥിച്ചെന്ന ആശീർവാദം പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗസ്ഥ പിതാവേ,
ഈ നല്ല സന്ധ്യയ്ക്കായി അടിയങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദാസന്മാരുടെ അടിയങ്ങൾ ഒരുമിച്ച് വീണ്ടും കഴിഞ്ഞ പകലത്തെ ആരാധനയ്ക്ക് ശേഷം ഈ രാത്രിയില് ഈ മീഡിയയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നൽകി തന്ന വലിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ഈ സമയം വരെയും കർത്താവ് അടിയങ്ങളോട് കൂടെ ഇരുന്നും ആവശ്യമായ ആലോചന നൽകി തരുവാൻ ദൈവദാസനെ അവിടുന്ന് ബലപ്പെടുത്തിനാ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ദൈവദാസനായും കുടുംബമായും സഭയായും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും എല്ലാം കർത്താവ് സഹായിച്ചതിനാൽ നന്ദിയോടെ നാമത്തെ സ്തുതിക്കുന്നു. രാത്രിയിൽ വചന ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ചുവല്ലോ. ക്രൂശിന്റെ മറവിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കേൾപ്പിച്ച നല്ല അനുഗ്രഹകരമായി തീരേണ്ടതായി പിന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കും. നെഹമ്യാവിനെ പോലെ പ്രാർത്ഥിക്കുന്നവരായി, ഉപവസിക്കുന്നവരായി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരായി, ധൈര്യമുള്ളവരായി, പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് ശത്രു ഏതെല്ലാം തരത്തിൽ അവരുടെ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ അതിനോട് പോരാടി ജയിക്കുന്നതായ, അതിനോട് പ്രാർത്ഥിച്ചും ജയമെടുത്തും മുന്നേറിയതായ നെഹമ്യാവിനെ പോലെ കർത്താവിന്റെ സൽക്കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂട്ടായ്മകളിലൊക്കെയും വലിയ വിടുതലുകൾ കാണുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നൽകി തന്നിരിക്കുന്ന ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുവാൻ അതിന്മേൽ എന്ത് കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ എതിർപ്പുകളോ വെല്ലുവിളികളോ പോരാട്ടങ്ങളോ ഉപദ്രവങ്ങളോ പീഡനങ്ങളോ വന്നാൽ തന്നെയും അതിന്മേൽ ജയിച്ചു മുന്നേറുവാൻ പ്രാർത്ഥിക്കുന്ന ധൈര്യപ്പെടുത്തുന്നതായ അതേ ശക്തിയോടെ ഈ ദിവസങ്ങൾ മുന്നേറുവാൻ സ്വർഗം സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിടെ നിറച്ചുകൊള്ളണമേ. പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തന മണ്ഡലത്തെയും കൂട്ടായ്മകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അനേക ആത്മാക്കളുടെ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം സഹായിക്കണമേ. നെഹമ്യാവും മതിലുപണി സംബന്ധിച്ച ആയിരിക്കുന്നു എങ്കിൽ നമുക്ക് ദേശത്തിന്റെ നടുവിൽ ജനത്തിന്റെ മധ്യേ ജനത്തിന്റെ വിടുതലിന് വേണ്ടി നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി സൂക്ഷിക്കുന്നതായ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രവർത്തിപ്പാനും പ്രവർത്തന മണ്ഡലങ്ങളിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ കാണത്തക്കവണ്ണം വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ശത്രുവിൻ്റെതായ പോരാട്ടത്തിന്റെ നടുവിൽ നമുക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ വലിയ പ്രവർത്തനത്തെ കൺമുൻപിൽ കാണത്തക്കവണ്ണം വലിയ വലിയ ദൈവപ്രവർത്തിക്കായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ട്. വിശ്വാസന ശുശ്രൂഷിച്ച ദൈവദാസനെ കുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട്, ശുശ്രൂഷകളെ മാനിച്ചാട്ട്, കൂട്ടായ്മയെ അനുഗ്രഹിച്ചാട്ട്. ഈ ദൈവദാസനായി സ്തോത്രം. എല്ലാവരെയും ഒരിക്കൽ കൂടെ കാര്യങ്ങൾ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചതായി എല്ലാ ദൈവദാസന്മാരെയും ഉള്ള കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അടിയങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ പ്ലസ് മീഡിയയുടെ പ്രവർത്തനത്തിൽ പുതിയ പുതിയ പ്രവർത്തന ദൈവദാസന്മാർ പ്രവേശിക്കത്തക്കവർ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ബലഹീനരാണ്, അടിയങ്ങൾ കഴിവൊന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിക്കുന്ന അവിടുത്തെ ശക്തി കൊണ്ടും ബലം കൊണ്ടും നിറച്ച് ജ്ഞാനവും അറിവും വിവേകവും പരിജ്ഞാനവും ബുദ്ധിയും നൽകി തന്ന് ആത്മധൈര്യവും ബലവും നൽകി തന്ന് അടിയങ്ങളെ ധൈര്യപ്പെടുത്തി അവിടുത്തെ ആത്മാവിന്റെ ശക്തിയിൽ അടിയങ്ങളെ ബലപ്പെടുത്തി ഉപയോഗിക്കേണ്ടതിനായി ഈ രാത്രിയിലും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുൾ പറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. പിതാവേ, കൃപയോട് കൽപ്പനാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ വെടിവെക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മുടെ സഭകളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. ദേശാത്മാക്കളെ വെടിവെക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നതിനാൽ നമ്മൾ ദൈവത്തോട് സ്തോത്രം ചെയ്യാം. പ്രതിബന്ധങ്ങളെയും പ്രതികൂലങ്ങളെയും കർത്താവ് മാറ്റുവാൻ അതിൽ ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ജയം തരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം ഓർത്തു പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും പുലോകമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെയും പ്രത്യേക പ്ലസ് മീഡിയയുടെ പ്രവർത്തനത്തോടും അതുപോലെ ഇന്ന് വചന സൂക്ഷിച്ച ദൈവദാസനോടും ലീഡിയ ദൈവദാസനോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ആയിരിക്കുമാറാകട്ടെ. അതുപെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരും. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിനാമത്തിൽ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. വചനം സൃഷ്ടിച്ച ദേവദാസനായ സ്തോത്രം, ആൽബാസനായ സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥിച്ചവർക്കായി സ്തോത്രം. കർത്താവ് ധാരാളമായി ഈ മാസം നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. വലിയ ദൈവപ്രവൃത്തി അനുഭവിച്ച് മുന്നേറുവാൻ
സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.